ചേട്ടാ ഞാൻ ചേട്ടൻ്റെ ഒരു പാട്ട് എടുത്തരട്ടെ. ചേട്ടന് ഉറങ്ങാലോ, റിലാക്സ് ചെയ്തിട്ട്. ഞാൻ പാടിത്തരാന്ന്, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന്. പറയാൻ പറ്റുമോ? ആ പാടി നോക്ക്. പാട്ടെ പറ്റുമോ നോക്കട്ടെ. അശക്കുശിലെ പെണ്ണുണ്ടോ പെണ്ണിന് മിന്നുണ്ടോ, അശക്കുശിലെ കണ്ണാളെ കണ്ടാലഴകുണ്ടോ. 3, 2, 1 ഗോ. അശക്കുശിലെ പെണ്ണുണ്ടോ പെണ്ണിന് മിന്നുണ്ടോ, അശക്കുശിലെ കണ്ണാളെ. വേണ്ട ഗുളിക മതി. ഗുളിക? ചേട്ടാ ഇത് പരീക്ഷണം ചെയ്ത് വിജയിച്ചതാണ്. ഞാൻ കിളിയൊക്കെ പാടി ഉറക്കിയിട്ടുണ്ട് ഇത് വെച്ച്. ഏത് കിളി? ഏത് കിളി? വിളേ അവക്ക് ഉറങ്ങാക്കിന്റെ പാട്ടൊന്നും വേണ്ട, വെറുതെ കിടന്നങ്ങ് ഉറങ്ങിക്കോളും. ആ വെകിളിയല്ല, ഒറിജിനൽ കിളി. ആ നമ്മുടെ മന്റെ അടുത്ത് റൂമിൽ അച്ഛൻ്റെ അമ്മയുടെ ആ ജനലിനോട് ചേർന്നൊരു മരം നിപ്പൂലേ, ആ മരത്തിനകത്തൊരു കിളിക്കൂടുണ്ടായിരുന്നു. നീ കണ്ടാ അത്? ആ ഞാൻ കണ്ടു. ഞാൻ പ്രാർത്ഥിക്കായിരുന്നു നീ അങ്ങോട്ട് പോയേ ചെയ്യലെന്ന്. എന്റെ ചേട്ടാ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ആ ജനലിൽ കൂടെ നോക്കിയപ്പോ കിളികൾ പോയി ഭയങ്കര അങ്ങനത്തെ സംഭവം കാണിക്കുന്നത്. ഞാൻ ചെന്ന് താണ്ടി ഈ പാട്ടങ്ങ് പാടി കൊടുത്ത്. അശക്കുശിലെ പെണ്ണുണ്ടോ പെണ്ണിന് മിന്നുണ്ടോ. എല്ലാം പോയാ? ഇല്ല, അവൻ ഉറങ്ങി, റിലാക്സ് ചെയ്ത് ഉറങ്ങി ശാന്തമായിട്ട്. ഉറങ്ങിയാ? ആ ഉറങ്ങി. കാര്യമായിട്ട്? സത്യം, ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ഈ പാട്ട് പാടി കുറച്ച് ബീറ്റ് അശക്കുശിലെ പെണ്ണുണ്ടോ അങ്ങനൊക്കെ പാടി കൊടുത്ത്. കൊള്ളാടാ നീ. നീ ക്ലിനിക്കിലോട്ട് പോ. എന്തിന്? സംഭവം നമ്മുടെ ക്ലിനിക്കിലെ ഒരു പരുന്തും കുഞ്ഞ് ഉറക്കമില്ലാതെ വിഷമിച്ചിരിക്കുന്നു. അല്ല എനിക്ക് പരുന്തിനെ ഉറക്കാൻ പറ്റും, ഈ കിളികളെ മാത്രം ഉറക്കാൻ പറ്റൂ. എല്ലാ കിളി ഉറക്കമല്ലേടാ? അല്ല അങ്ങനെയല്ല, നീ കിളിയെ മാത്രം ഉറക്കാൻ പറ്റൂന്ന്. ഞാനെന്താ വരുന്നേ? അല്ലെ ഒരു കാര്യം ചെയ്യാം, മൃഗപാലൻ ഡോക്ടറിന്റെ അടുത്ത് പരുന്തും കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയാം. ഇവിടെ ആകുമ്പോഴത്തേക്കും നിനക്ക് നന്നായിട്ട് പാടി ഉറക്കാനും പറ്റും. നമ്മൾ ക്ലിനിക്കിലോട്ടൊന്നും പോകണം. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം, നമുക്ക് വേറൊരു മരത്തിൽ കയറിയിട്ട് ആ കിളിയെ തന്നെ പിടിച്ചോണ്ട് വരാം. ഉറങ്ങാൻ പറ്റാത്ത കിളിയെ പിടിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് ആ കിളിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റണമെങ്കിൽ എന്റെ പാട്ടിട്ട് എടാ അമ്മ ഇവന് പാട്ടുപാടി കിളിയെ ഉറക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇവന് അംഗീകാരം വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ഇവന്റെ കിളിയും പോയോടാ? നീ വാടാ. ഇല്ല ഞാൻ വരുന്നില്ല, എനിക്ക് അവിടെ അങ്ങനത്തെ കിളിയെ ഉറക്കാൻ പറ്റൂല. എനിക്ക് പറ്റൂല പറ്റൂല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ കിളിയെ ഇങ്ങോട്ട് കൊണ്ടുവരാം. കിട്ടുമോ നോക്കട്ടെ. കിട്ടുമോ? കൊണ്ടുവരാം. കൊണ്ടുവാ. ഉറക്കം മൂത്ത വട്ടാവോ? ആണെന്നാടാ തോന്നേ. കണ്ടമ്മ, ഞാൻ കണ്ട്, ശരിക്കും കണ്ട്, ശരിക്കും സൈക്കോ കണ്ട്. സൈക്കോളജിക്കൽ മൂവ്മെന്റ്. ഇങ്ങനെയൊക്കെ പറ്റൂലേ? നീ എന്താ പാടിക്കൊടുത്തേ? അശക്കുശിലെ പെണ്ണുണ്ടോ പെണ്ണിന് മിന്നുണ്ടോ, അശക്കുശിലെ കണ്ണാളെ കണ്ടാലഴ. കേട്ടോട്ടെ, എനിക്ക് വട്ടു പിടിക്കും. ഓടാ എന്നിട്ട് ഓടാ ഇറക്കാം. അശകുശലെ സിമ്പിൾ ആയിട്ടില്ലേ പാടിയത്? എന്ത് ചെയ്യൂടാ? അമ്മേ, നന്നായിട്ട് ഉറങ്ങാനുള്ള ഒരു ഐഡിയ കിട്ടി. അരോമ തെറാപ്പി. അതെന്തോന്ന്? എടാ അതൊരു ടൈപ്പ് ഓഫ് തെറാപ്പിയാണ്. നമുക്ക് ഈ നല്ല സൂത്തിങ് ആയിട്ടുള്ള സ്മെൽസ് ഇല്ലേ, അത് വെച്ചിട്ട് നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യും. അപ്പൊ നിന്നും ഇരുന്നും കിടന്നും ഒക്കെ അങ്ങ് ഉറങ്ങിക്കോളും. അത് കൊള്ളാം കേട്ടോ. എന്നാ നീ ഒരു കാര്യം ചെയ്യും, നല്ല ഫ്രഷ് ചാണകത്തിന്റെ മണം കുപ്പിയിലാക്കി വെക്ക്. അയ്യേ എന്താ ഈ എടാ ചേട്ടന് ഇഷ്ടപ്പെട്ട മണമാണ് ഇതൊക്കെ. എടാ കൊരങ്ങ, ഇഷ്ടപ്പെട്ട മണമല്ല യൂസ് ചെയ്യേണ്ടത്. അതിന് ഓരോരോ മണങ്ങൾക്ക് ഓരോരോ ഗുണങ്ങളുണ്ട്. അത് ഉപയോഗിച്ചിട്ടുള്ള മണമാണ് യൂസ് ചെയ്യേണ്ടത്. അതപ്പോ ഇങ്ങനെ ശ്വസിച്ച് കഴിയുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആയി കിടന്നുറങ്ങും. അതാണ് അരോമ തെറാപ്പി. എടി അങ്ങനെയാണ് അത് ചെയ്യാനുള്ള. എന്താന്ന് വെച്ചാ നീ നോക്ക്. അങ്ങനല്ലേ അമ്മ, ഇതിന് സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ? വാങ്ങിക്ക്. എന്റെ എടി, ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് ചേട്ടന് വേണ്ടിട്ടൊരു മുടക്കാൻ മേലെ നിനക്ക്. അതെന്റെ കയ്യിൽ വേണ്ട ഇത് മുടക്കാൻ വേണ്ടിട്ട്. അമ്മ കൊണ്ടോ? വാ ഇങ്ങോട്ട്. ഇന്ന് ഏത് പെട്ടിയാ അമ്മ പ്രസവിക്കുന്നത്? അമ്മയുടെ ചായപ്പെട്ടിയോ അതോ അരിപ്പെട്ടിയോ? ദേ, എന്റെ ചായപ്പെട്ടിക്ക് അതൊക്കെ കൃത്യം എത്ര രൂപയുണ്ടെന്നുള്ളത് എനിക്കറിയാം. അതിനകത്തൊന്ന് വല്ലതും പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറ, അവന്മാരെടുത്തോട്ടെ. അവൻ കേട്ടാണ്. അല്ല ചിറ്റപ്പനി ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ സാധനം വാങ്ങിച്ച് സഹായിച്ചൂടി. ഡാഡി എനിക്ക് പൈസ തന്നിട്ടുണ്ടോ? മമ്മി തന്നിട്ടില്ലേ? മമ്മി തന്നിട്ടുണ്ടോ? മമ്മി എടുത്ത് വെച്ചോ. മമ്മി തന്നിട്ടുണ്ടോ?